യാത്ര എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വല്ലാത്ത മുഹൂർത്തങ്ങളാണ്. കണ്ണ് തുറന്നിട്ടാണെങ്കിലും കാഴ്ചകൾ കണ്ടിട്ടാണെങ്കിലും ശബ്ദങ്ങളും മറ്റും കേട്ടിട്ടാണെങ്കിൽ പോലും യഥാർത്ഥ യാത്രയിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ടുള്ള ആ ഒരു യാത്ര ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത യാത്രയാണ്. ഇപ്പം നാം ഈ പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര സത്യത്തിൽ 35-40 കിലോമീറ്റർ ആണെങ്കിലും നമുക്കൊരുപാട് മനസ്സിന് കുളിർമ തട്ടിക്കൊണ്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ വലതുഭാഗത്ത് കണ്ണെത്താ ദൂരത്ത് വിശാലമായി കിടക്കുന്ന ആ കടലെ നീ എത്ര മനോഹരം എന്ന് പറഞ്ഞ ആ കടൽ നിവർന്ന് കിടക്കുകയാണ്. അങ്ങിങ്ങായി കാണുന്ന ചെറുകിട പച്ചപ്പുകൾ, വളരെ ഹൈ ടെക്നോളജിക്കൽ ആയി നിർമ്മാണം കഴിച്ചിട്ടുള്ള നമ്മുടെ ഈ സ്ട്രീറ്റ്, മറ്റു ഇൻസ്റ്റലേഷൻ ഓഫ് ദ മോഡേൺ ടെക്നോളജിക്കൽ വേൾഡ് അണ്ടർ ഇമ്പാക്ട് ഓൺ ദ കൺട്രി സൈഡ് എന്നൊക്കെ കവികളൊക്കെ അവതരണം നൽകിയിട്ടുള്ള ഈ മോഡേൺ ടെക്നോളജിയുടെ ഒരു ഇമ്പാക്റ്റ്, പ്രകൃതിക്ക് മേലുള്ളൊരു ആഘാതമുണ്ടല്ലോ, അതിന് ഒരു പ്രത്യേക തരത്തിൽ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇലക്ട്രിക് ലൈനുകൾ അതൊരു താഴ്വരയിലൂടെ പോകുന്നത് കാണാൻ വേറെ ഭംഗിയാണ്. പക്ഷേ താഴ്വരയിലേക്ക് മോഡേൺ ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് എന്നൊക്കെയാണ് കവികൾ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ നൽകുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഞാൻ ആലോചിച്ച് പോയിരുന്നു, നമ്മുടെ അതിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും ഇൽമു പഠിക്കണം. അപ്പം എനിക്ക് ചിലപ്പോൾ ചൈനയിൽ പോയാലും കിട്ടാനുള്ള ഇൽമ അതായിരിക്കും, പക്ഷെ ആ പോക്കിന്റെ ഇടയിൽ കിട്ടാനുണ്ടല്ലോ അതൊരു ലൈവായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക്, കാരണം അത് അന്നേരം കിട്ടിയാൽ അത് കിട്ടി. അത് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, ആ പറഞ്ഞതിൽ അടങ്ങിയിട്ടില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വലി ഉള്ള വീടും നമ്മുടെ നാടും എന്നൊക്കെ നമ്മൾ ചുറ്റുപാടുണ്ടല്ലോ അവസ്ഥ, അതിൽ മാത്രം ഒതുങ്ങി കൂടുമ്പം നമ്മുടെ മനസ്സ് ഒരു രീതി പറഞ്ഞാൽ വിരിയൂല. മനസ്സ് തുറക്കണമെന്നുണ്ടെങ്കിൽ വീടും നാടും വിട്ട് അന്നകലങ്ങൾ പോകണം, എന്നിട്ട് വിദ്യ നുകരണം, ജോലി ചെയ്യണം. അപ്പോഴൊക്കെയാണ് ഇപ്പം പല സുപ്പീരിയർ ആയിട്ടുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ നാടും വീടൊക്കെ വിട്ടു പോയിട്ടാണ് അവർ ഗ്രന്ഥങ്ങൾ രചിക്കൽ, കവിതകൾ എഴുതൽ. മനസ്സ് തുറക്കണം. മനസ്സ് തുറക്കാതെ അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഇരിക്കുന്ന ആ സിറ്റിങ്ങിൽ നിന്ന് നമുക്ക് ചിലപ്പം നമ്മുടെ ആ ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആൻഡ് പവർഫുൾ ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ, അത് ഹൃദയത്തിലൂടെ വന്നിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഇരുന്ന് കൊണ്ട് കുറിച്ചാൽ അതിന് വല്ല ഡീപ്പായിട്ടുള്ള സമൂഹത്തിന് വേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ടാകുന്ന വരികളായി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയം, മനസ്സ് അത് തുറക്കണം. അതിൽ ആശയങ്ങൾ അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ആകെ സ്പ്രെഡായിക്കൊണ്ട് സമൂഹത്തിന് മുന്നിൽ വിട്ടുകൊടുക്കുന്ന വരികൾ, അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിന് പ്രത്യേകത വേറെ. അതാണ് ഈ യാത്രയുടെ പ്രത്യേകത. യാത്ര എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യാതെ മനുഷ്യനില്ല. മനുഷ്യനാണോ യാത്ര ചെയ്തിരിക്കുക? പക്ഷികൾ കണ്ടില്ലേ, നേരം വെളുപ്പാൻ കാലത്ത് തൻ്റെ ചുണ്ടും തലയും പുറത്തിട്ട് നോക്കുകയാണ്. ചെറിയ നേരം വെളുക്കി തുടങ്ങുമ്പോഴായിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഈഗർ, യാത്ര പോകാനുള്ള ഈഗർ, അതായിരിക്കണം മനുഷ്യൻ. എപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ യാത്ര പോകണം. വ്യത്യസ്തമായ പ്രകൃതിയുടെ ആയാത്തുല്ലാഹി എന്നൊക്കെ പറയില്ലേ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അത് ഒട്ടുമിക്ക ഭൂമിയിലാകമാനം പരന്നു കിടക്കുക. നമ്മൾ കണ്ടത് മാത്രമല്ല, കണ്ണെത്താ ദൂരത്ത് എന്തുമാത്രം നമുക്ക് കാണാത്ത കാഴ്ചകളെ നമുക്ക് കാണാനുള്ളൂ അല്ലേ? അതുകൊണ്ട് യാത്ര ചെയ്യണം.